ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് നമുക്ക് തെർമൽ കുക്കറിൽ ഒരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 4 കപ്പ് വൈറ്റ് ബസ്മതി അരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അരി നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു വലിയ സവാള, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, ഒരു പിടി മല്ലിയില, പുതിനയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക്, ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം 4 പീസ് വീതെടുത്തിട്ടുണ്ട്, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് മല്ലി. ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീൽ പോട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് ഒക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ മന്തി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച മാഗി ക്യൂബ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ പോട്ടാവുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇളക്കിയും കൊണ്ടിരിക്കണം. ഓയിലിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമില്ലാത്ത ഒരാഴ്ച കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടി പിടിക്കണമെന്ന് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ പൊടികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4 കപ്പ് അരിയാണല്ലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 8 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബിൽ ഓൾറെഡി ഒരു ഉപ്പിൻ്റെതുണ്ടല്ലോ, ഇനി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റൈസിൽ ചിക്കൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ പീസുകളോ ചിക്കൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് തിളച്ച് വരുന്നവരെ മാത്രമാണ് ചിക്കൻ നമുക്ക് അതിലിടേണ്ട ആവശ്യമുള്ളൂ. ചിക്കൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ നമുക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മസാല ഷവായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചിക്കനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഇട്ടൊന്ന് മാത്രം പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കേണ്ട കേട്ടോ. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഇതൊന്ന് മാറ്റിയെടുക്കണം. ചിക്കൻ പാത്രത്തേക്ക് ഇടണം അത്ര എളുപ്പമില്ലായിരുന്നു എടുക്കാൻ. നമ്മുടെ വെള്ളം ഇപ്പോൾ നന്നായി തിളച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസിന് ഇതിൽ ഇട്ട് കൊടുക്കണതിന് മുന്നേ ഇതിൽ ഉപ്പ് ഒന്നുകൂടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കണം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കുമ്പോൾ വെള്ളം നന്നായി വറ്റിയിട്ടില്ല. കുറച്ചിങ്ങനെ വെള്ളത്തോടുള്ള റൈസായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇത് ഇറക്കി വെക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലത്തെ വാഷർ ശ്രദ്ധിക്കണം. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ വെച്ചുകൊടുക്കണം. എന്നാലാണ് നമ്മുടെ റൈസൊക്കെ കുക്കായി വരുള്ളൂ. 15 മിനിറ്റോളം ഞാനിതിവിടെ അടച്ച് വയ്ക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പുകടാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്ന് വയ്ക്കണത്. പുകടാൻ താല്പര്യമില്ലാത്തവരച്ച ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഒരു അരമണിക്കൂർ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് റെഡിയായി വരും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മന്തിയിൽ ചെയ്യുന്ന പോലെ തന്നെ റെഡ് കളർ കുറച്ച് ഒരു പാത്രത്തിൽ കലക്കിയിട്ട് അത് കുറച്ച് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ കനലുണ്ടാക്കി വെച്ചിരുന്നു, അതൊരു പാത്രത്തിലാക്കിയിട്ട് റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പുക വരാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം പുക വരുന്നുണ്ട്. ഇനി വേഗം അടച്ച് വെക്കണം, പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ തെർമൽ കുക്കറിൻ്റെ മൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി. ഇപ്പോൾ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ റൈസൊക്കെ തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് മന്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അടി പിടിക്കും എന്നുള്ളൊരു പ്രശ്നമോ വേവ് അധികമാവുമെന്നോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അരമണിക്കൂറിനെക്കാളും കുറവ് നമ്മളിതിൽ ഇറക്കി വെക്കല്ലേ, അപ്പോൾ ചിലപ്പോൾ വേവ് കുറവായിട്ട് വരും. പക്ഷേ വേവ് അധികമായിട്ടുള്ളൊരു പ്രശ്നം ഇതിൽ വരികയില്ല. കറക്റ്റായിട്ട് തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഓരോ വറ്റും വേറെ വേറെ ആയിട്ട് ഒട്ടിപ്പിടിക്കാതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണോ ഇത് സെർവ് ചെയ്യണത് ആ സമയത്ത് നമുക്കിത് തെർമൽ കുക്കറിൽ നിന്ന് പുറത്തേക്ക് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ അതിൽ തന്നെ അടച്ച് വെച്ചാൽ ചൂട് എത്ര നേരം വേണിച്ചായിരിക്കും. നമ്മൾ രാവിലെ കുക്ക് ചെയ്തിട്ട് വൈകുന്നേരമാണ് എടുക്കണുള്ളൂ വെച്ചാൽ അപ്പോഴും അതിൽ ആ ചൂട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും.
ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകണവരാച്ചാൽ രാവിലെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ വരികച്ചാൽ ആ സമയത്ത് അവർക്ക് നല്ല ചൂട് കൊടുക്കുന്ന തന്നെ കഴിക്കാവുന്നതാണ്. മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ മന്തി കൊണ്ടുപോകണം എന്നൊക്കെ പറയാച്ചാൽ നമുക്ക് തലേ ദിവസം രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇതുപോലത്തെ മന്തി കുട്ടികൾക്ക് കൊടുത്തയക്കാവുന്നതാണ്. റൈസ് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. ഞാനിവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഇതുപോലെ കൊടുത്തു വിടാറുള്ളതാണ്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ വെച്ചാൽ നമ്മുടെ ചോറൊന്നും കേട് വരില്ല. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണാൻ ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്